നമസ്കാരം, ബിസിനസ് ഡയലോഗിലേക്ക് സ്വാഗതം. ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ IT നഗരങ്ങളുടെ വളർച്ച ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. വൻകിട IT കമ്പനികൾ ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത് കേരളത്തെയാണ്. ലുലു ഗ്രൂപ്പിൻ്റെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ IT പാർക്ക് ശനിയാഴ്ച പ്രവർത്തനം തുടങ്ങും. 30,000 പേർക്ക് തൊഴിൽ ലഭിക്കുന്ന പദ്ധതിയാണിത്. IT മേഖലയിൽ കേരളത്തിൻ്റെ സാധ്യതകൾ എന്തെല്ലാമാണ്? IT-യിൽ കേരളം ബാംഗ്ലൂരിനെ മറികടക്കുമോ? ഈ വിഷയമാണ് ഇന്ന് ബിസിനസ് ഡയലോഗ് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ എന്നോടൊപ്പം കേരള IT ആൻഡ് പ്രൊഫഷണൽ കോൺഗ്രസിൽ നിന്ന് ജെയ്സ് ജോൺ വെട്ടിയാർ, കാലിക്കറ്റ് ഇന്നൊവേഷൻ ആൻഡ് ടെക്നോളജി ഇനിഷ്യേറ്റീവ് CEO അനിൽ ബാലൻ, കേരള IT ഡീലേഴ്സ് അസോസിയേഷനിലെ ഹരീഷ് കുമാർ K, ലുലു IT ഇൻഫ്രാ ബിൽഡ് ഡയറക്ടർ അഭിലാഷ് വലിയവളപ്പിൽ എന്നിവർ. ആദ്യം ശ്രീ അനിൽ ബാലൻ, കേരളത്തിലെ IT ആവാസ വ്യവസ്ഥയുടെ നിലവിലെ സ്ഥിതി എന്താണ്? സമീപ ഭാവിയിൽ IT-യുടെ കാര്യത്തിൽ കേരളം ബാംഗ്ലൂരിനെ മറികടക്കുമോ? ഫസ്റ്റ് ഓഫ് ഓൾ ഫിൻറ്റി TV പ്രേക്ഷകരനും എൻ്റെ പ്രിയ പാനലിസ്റ്റിനും എല്ലാവർക്കും ഒരു നമസ്കാരം. നല്ലൊരു ചോദ്യമാണ് ജെയിംസ് ചോദിച്ചത്. ഇപ്പോഴത്തെ കേരളത്തിലത്തെ IT മേഖലയിലത്തെ ഉന്നതിയും എങ്ങനെയാണ് നമ്മൾ മറികടക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊരു ചോദ്യത്തിന് രണ്ട് രീതിയിലാണ് നമ്മളിത് കാണുന്നത്. ബാംഗ്ലൂരിനെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കേരളം വളർന്നിട്ടുണ്ടോ അല്ലെങ്കിൽ കൊച്ചി വളർന്നിട്ടുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, പോസിബിലിറ്റീസ് കാണുന്നുണ്ട്. പക്ഷേ എല്ലാ സിറ്റിയിലെ ഓരോ വളർച്ചൻ്റെ മുകളിലും കുറേ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട്. ബാംഗ്ലൂരിലുള്ള പോസിറ്റീവ്സ് വ്യത്യസ്ത രീതിയിലാണ്. കൊച്ചി നമ്മൾ കാണുന്നത് വേറെ വ്യത്യസ്ത രീതിയിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കാണുന്നുണ്ട്. പക്ഷേ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു എന്താ പറയാ, ഇറ്റ്സ് സ്റ്റിൽ ടു ബി ഡിസൈഡഡ് എന്നാണ് ഞാൻ പറയുള്ളൂ ജെയിംസ്. ശ്രീ അഭിലാഷ് വലിയവളപ്പിൽ, ശനിയാഴ്ച ഉദ്ഘാടനം ചെയ്യുന്ന ലുലുവിൻ്റെ ടിൻ ടവർ, ക്ഷമിക്കണം അഭിലാഷിനോട് സംസാരിക്കാൻ കഴിയുന്നില്ല. ശ്രീ ജെയ്സ് ജോൺ വെട്ടിയാർ, IT വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിലും സംരംഭകരെ പിന്തുണയ്ക്കുന്നതിലും സംസ്ഥാന സർക്കാരിൻ്റെ നയങ്ങളും സംരംഭങ്ങളും എത്രത്തോളം ഫലപ്രദമാണ്? നമസ്കാരം. നമ്മള് ലുലു അടുത്ത ദിവസങ്ങളിൽ ഉദ്ഘാടനം ആരംഭിക്കുകയാണ്. നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. വളരെ സ്വാഗതാർഹമായ കാര്യമാണ്. കൊച്ചി പോലുള്ള നഗരങ്ങളിൽ പുതിയ IT സംരംഭം വരിക എന്ന് പറയുന്നത് വളരെ മനോഹരവും പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അതോടൊപ്പം ചോദിച്ച ചോദ്യം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞങ്ങ് തുടങ്ങാം. കാരണം വെച്ചാൽ നമ്മുടെ ഈ പൊതുപ്രവർത്തകർ സാധാരണ എങ്ങനെ ആയിരിക്കണമെന്നുള്ള ഒരു കാര്യം നമ്മുടെ സാധാരണ ജനങ്ങളിൽ ഒരു ചർച്ച ഉണ്ടാവാറുണ്ട്. അതായത് പറയാറുണ്ട്, ആദ്യം സ്വയം നന്നാകുക, അതിനുശേഷം നമ്മുടെ കുടുംബം നന്നാക്കുക, പിന്നെ സമൂഹം നന്നാക്കുക. അപ്പോൾ ഞാൻ ഈ വലിയ കൊട്ടിഘോഷിച്ച് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടപ്പാക്കുന്ന പദ്ധതികൾ എത്രത്തോളം വിജയപ്രദമാണ് എന്നുള്ള ഒരു കാര്യവും ചോദിച്ചതിന് നമ്മുടെ മുന്നിലുണ്ട്. ഞാനത് ആ ഉദാഹരണം പറയാൻ കാര്യം, ഒരുപാട് IT പാർക്കുകൾ മുൻപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഇനിയും സർക്കാർ പ്രഖ്യാപിച്ചുകൊണ്ടേ ഇരിക്കുന്നു. നിലവിലുള്ള IT പാർക്കുകളുടെ സൂച്യമായ അവസ്ഥകൾ പരിഹരിക്കാൻ കഴിയാത്ത സർക്കാർ ഈ പറയുന്ന മറ്റൊരു പദ്ധതി എത്രത്തോളം പര്യാപ്തമായി കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള കാര്യം സംശയമുണ്ട്. കാരണം
കുണ്ട്ര IT പാർക്ക് പോലുള്ള IT പാർക്കുകൾ വളരെ ദുർബലമായി ഇപ്പോഴും അവശേഷിക്കുകയാണ്. അതുപോലെ അമ്പലപ്പുഴ ഇൻഫോ പാർക്ക്, ഇവിടെ മനുഷ്യനൊന്നുമില്ല, അത്രത്തോളം ദയനീയ അവസ്ഥയിലായിരിക്കുകയാണ്. ഇതിന്റെയൊക്കെ കാരണം അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ, ഇൻഫ്ര ഒരുക്കുന്നതിൽ നമ്മുടെ കേരളത്തിലെ സർക്കാർ പരാജയമാണ്. പക്ഷെ ഞാനിപ്പം ആശങ്കപ്പെടുന്നതും ഭയക്കുന്നതും വലിയ പ്രതീക്ഷയോടെ പ്രൈവറ്റ് സെക്ടറിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ അവിടെ വരുമ്പോൾ ഇതേ സ്ഥിതി തന്നെ ഭാവിയിൽ തുടരുമോ എന്നുള്ള കാര്യത്തിൽ മുൻപ് ഈ ടീകോം പോലുള്ള പദ്ധതികളിലും ഇത് തന്നെയാണ്. തൊഴിലവസരങ്ങൾ 1 ലക്ഷം പേർക്ക് തൊഴിലവസരം കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അതും 10,000-ൽ താഴെയാണ് അത് വന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ആശങ്കകൾ നമ്മുടെ മുന്നിലുണ്ട്. ഈ പറയുന്ന പോലെ ഗതാഗത സൗകര്യം, മാലിന്യ സംസ്കരണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ശ്രീ ജെയ്സ് ജോൺ, IT മേഖലയിൽ നിലനിൽക്കുന്ന തൊഴിൽ വിഷയങ്ങൾ എന്തെല്ലാമാണ്? അല്ല, ആക്ച്വലി നമുക്ക് ഈ പുതിയ പദ്ധതികൾ വരുന്നത് ഞാൻ പറഞ്ഞല്ലോ വളരെ നല്ല കാര്യമാണ്. പക്ഷെ അത് കേരളത്തിലെ IT ജീവനക്കാർ അല്ലെങ്കിൽ കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് എത്രത്തോളം അവസരം കിട്ടുമെന്നുള്ള കാര്യത്തിൽ നമുക്കതിനകത്ത് സംശയങ്ങളുണ്ട്. നമ്മുടെ നിലവിലുള്ള ഈ പറയുന്ന പോലെ അവർക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല പരിശീലനങ്ങൾ കൊടുക്കാനുള്ള ഒരു സംവിധാനം ആ തുടക്കം തന്നെ ഉണ്ടാവണം. കാരണം വെച്ചാൽ അതിനകത്തൊരു ആശങ്ക പങ്കുവെക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ കമ്പനികൾ, MNC കമ്പനികൾ വരുമ്പോൾ അവർ ഹയർ ചെയ്യുന്നത് അതുപോലുള്ള കാലിബറുള്ള കൊള്ളാവുന്ന ഉദ്യോഗാർത്ഥികളെ ആയിരിക്കും. പക്ഷെ അതിന് തക്കതായിട്ടുള്ള ഡൊമൈനിലുള്ള പരിജ്ഞാനം ഇവിടെയുള്ള യുവാക്കൾക്കുണ്ടോ അല്ലെങ്കിൽ പഠിച്ചിറങ്ങുന്നവർക്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. സർക്കാർ അടിയന്തരമായി ആ വിഷയങ്ങൾ ഇടപെട്ട് അതിനുള്ള പരിശീലനങ്ങൾ നൽകുവാനും അങ്ങനെയുള്ള ഡൊമൈനിൽ ഇനിയിപ്പോ ഈ പറഞ്ഞ പോലെ വലിയ കമ്പനികൾ ഇവിടെ വരുമ്പോൾ പുറത്തുനിന്നുള്ള ജീവനക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അവർ നോക്കുമ്പോൾ പ്രത്യേകിച്ച് കൊച്ചിയെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴും അവശേഷിക്കുകയാണ്. അവിടുത്തെ ട്രാഫിക് സംവിധാനങ്ങൾ, റോഡിന്റെ ശോചനീയാവസ്ഥ, അവിടുത്തെ തിരക്കുകൾ. ഇപ്പൊ തന്നെ എനിക്ക് തോന്നുന്നു 4 മണി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻഫോ പാർക്കിന്റെ ആ റോഡൊക്കെ ഒരു 2-3 മണിക്കൂർ എടുത്തിട്ടാണ് അവര് മുമ്പോട്ട് പോകുന്നത്. ശരിക്കും ഒരു കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ചെയ്യാനുള്ള ഒരു 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 സൗകര്യം, ഒരു ഹാപ്പിനെസ് ഉണ്ടാക്കിയെടുക്കുന്നതിൽ നമ്മൾ ആദ്യം ശ്രദ്ധ കൊടുക്കണം. ഇത്തരം വിഷയങ്ങൾ IT സംരംഭകരെ കേരളത്തിൽ നിന്ന് അകറ്റുന്നുണ്ടോ? അല്ല, തീർച്ചയായിട്ടും നമ്മുടെ യുവാക്കളൊക്കെ ഈ നാട് വിട്ടു പോകുന്നതിന്റെ കാരണം തന്നെ അത് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ പറയുന്ന ബാംഗ്ലൂർ നമ്മുടെ ഒരു IT-യുടെ ഒരു ഹബ്ബാണ്. അവിടെ ശരിക്കും ഈ പറയുന്ന ട്രാഫിക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർക്ക് ആ ജോലിയുടെ സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടിയുള്ള, അവർക്ക് സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ ഏർപ്പെടാനുള്ള ഒരു ഉപാധികളൊക്കെ അവിടെ ഉണ്ട്. അവിടെ ശരിക്കും അവിടുത്തെ രാത്രി അവസാനിക്കുന്ന എനിക്ക് തോന്നുന്നു ഒരു 1 മണി 2 മണിയൊക്കെ ആകും. ഇവിടെ നമുക്ക് ഒരു 8 മണിയാകുമ്പോഴേ നമ്മുടെ 10 മണിക്കുള്ളിൽ നമ്മളിവിടെ കൊച്ചിയൊക്കെ ശരിക്കും പറഞ്ഞാൽ അടഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ അത്രത്തോളം വർക്ക് പ്രഷറിൽ നിന്നിട്ട് അവർ വീണ്ടും വലിയൊരു ട്രാഫിക് കൺജക്ഷനിലേക്കൊക്കെ വീണ്ടും ഇറങ്ങി ചെല്ലുമ്പോൾ അവർ വീണ്ടും ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും പുറത്തുനിന്നുള്ള ആളുകൾ ഇങ്ങോട്ട് വരാൻ മടിക്കും. ഇവിടെയുള്ള യുവാക്കൾ ഇവിടുന്ന് നാട് വിടാൻ ശ്രമിക്കും. പ്രഥമ പരിഗണന കൊടുക്കേണ്ടത് നമ്മുടെ ഇൻഫ്ര ഡെവലപ്പ് ചെയ്യുക, റോഡുകൾ നന്നാക്കുക, മാലിന്യ സംസ്കരണം. പുറത്തിറങ്ങിയാൽ ഈ പറഞ്ഞ പോലെ വളരെ ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മാധ്യമങ്ങളൊക്കെ കാണുന്നത് പുറത്തിറങ്ങിയാൽ പട്ടി കടിക്കും. അത് രാത്രി എന്നില്ല, പകരുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മുടെ തെരുവുകളിൽ ഉണ്ട്. അപ്പം ഇതിനെല്ലാം അതിജീവിക്കാൻ നമുക്ക് കഴിയണം. എങ്കിൽ മാത്രമേ ഈ പറയുന്ന പുതിയ കമ്പനികൾ വരുമ്പോൾ ഉദ്യോഗാർത്ഥികൾ ഇവിടെ തന്നെ നിലനിൽക്കുകയുള്ളൂ. ശരി, എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ഹരീഷ് കുമാർ കെ, IT ബിസിനസ്സുകൾക്ക് ബാംഗ്ലൂരിൽ ലഭ്യമാകുന്ന അതേ നിലവാരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കേരളത്തിലുണ്ടോ? കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ തന്നെ ആൾറെഡി 2 ഇപ്പൊ തന്നെ ഇൻഫോ പാർക്കിന് 450 കമ്പനികൾ ആൾറെഡി വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ 60,000-ഓളം പ്രൊഫഷണൽസ് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് അവിടെ ആണെങ്കിൽ എയർപോർട്ട് സംവിധാനങ്ങളുണ്ട്, കൂടാതെ മെട്രോ ഉണ്ട്, പിന്നെ സീപോർട്ട് സംവിധാനങ്ങളുണ്ട്, കൂടാതെ ഗ്ലോബൽ കണക്ടിവിറ്റി വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും നിലവിൽ കൊച്ചിയിൽ അവൈലബിൾ ആണ്. പിന്നെ ട്രാഫിക്കിന്റെ പറയുകയാണെങ്കിൽ ബാംഗ്ലൂരിനെ അപേക്ഷിച്ച് കൊച്ചി വളരെ ബെറ്റർ ആണ്.
കൊച്ചി ഒരു പിന്നെ സമാന സൗകര്യങ്ങളെ കുറിച്ച് കൂടുതൽ സംസാരിക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ട്രാഫിക് സംവിധാനങ്ങൾ അതല്ലെങ്കിൽ മറ്റുള്ള പലവിധ സംവിധാനങ്ങൾ നമ്മൾ മെച്ചപ്പെടുത്തേണ്ടിയിരിക്കുന്നു. IT ബിസിനസിന്റെ കാര്യത്തിൽ കൊച്ചി ബാംഗ്ലൂരിനൊപ്പം എത്താൻ എത്ര സമയമെടുക്കും? IT ബിസിനസ്സിൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു IT ഡീലേഴ്സിന്റെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ നമ്മൾ കൊച്ചിയിൽ തന്നെ ഏതാണ്ട് 300-ലധികം IT വ്യാപാരം ചെയ്യുന്ന ഷോപ്പുകളുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള ഡീലർ സമൂഹം നിലവിലുണ്ട്. ഇവരെല്ലാവരും തന്നെ ഇതിലൊരു 75% ആൾക്കാരും GST എടുത്ത് പ്രോപ്പറായി ടാക്സ് അടച്ച് കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെ പുതിയ പുതിയ സംരംഭങ്ങൾ വരുമ്പോൾ നമുക്ക് ഹാർഡ്വെയർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ തരത്തിലുള്ള സപ്ലൈ കൂടുകയും അതുവഴി നല്ല രീതിയിൽ വരുന്ന കമ്പനീസിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനും പറ്റും. പക്ഷേ ഗവൺമെന്റ് തലത്തിൽ നിന്ന് ഇതിന് വേണ്ടുന്ന നല്ല രീതിയിലുള്ളൊരു സപ്പോർട്ട് ഉണ്ടായാൽ മാത്രമേ ഞങ്ങൾക്കും ആ രീതിയിൽ ഇതിന്റെ മെച്ചങ്ങൾ ലഭിക്കുകയുള്ളൂ, അല്ലെങ്കിൽ സൊസൈറ്റിക്ക് വേണ്ടി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധ്യമാവുകയും. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ അനിൽ ബാലൻ, ഉയർന്ന സാക്ഷരതാ നിരക്കുള്ള കേരളത്തിന് IT പ്രതിഭകളുടെ ഒരു അഭാവമുണ്ടോ? ഇതിനെ ശരിക്ക് പറയുകയാണെങ്കിൽ 2 രീതിയിൽ നമ്മൾക്ക് ഉത്തരം പറയാം. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, നമ്മളുടെ കേരളത്തിൽ ഉള്ള പ്രവർത്തിക്കുന്ന എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് കോളേജ്, പോളിടെക്നിക് കോളേജ്, IIM, ഇതേമാതിരത്തെ പ്രൊഫഷണൽ കോളേജസ് നമ്മുടെ കേരളത്തിൽ കുറെ കൂടുതൽ ആണ്. റൈറ്റ്, അവൈലബിലിറ്റി ഓഫ് ടാലന്റ് നമുക്ക് ഇവിടെ ഉണ്ട്. ഉപരി നോക്കുകയാണെങ്കിൽ നമുക്ക് കാണുന്ന ഒരു ഗ്യാപ്പ് എന്ന് വെച്ചാൽ സ്കിൽ, അപ്രോപ്രിയേറ്റ് സ്കിൽ ഫോർ ജോബ് റിക്വയർമെന്റ്, ഇൻഡസ്ട്രിക്ക് ആവശ്യം വരുന്ന സ്കിൽ ഗ്യാപ്സ് ആണ് നമ്മളിപ്പോൾ ഇൻഡസ്ട്രി അനലൈസ് ചെയ്ത് വരുമ്പോൾ നമ്മൾ കാണുന്ന ഒരു ഗ്യാപ്പായിട്ട് നമ്മൾ കാണുന്നത്. അതിനു വേണ്ടി ഇപ്പോൾ പ്രത്യേക പദ്ധതികൾ ഗവൺമെന്റ് ഇറക്കിയിട്ടുണ്ട്. യൂണിവേഴ്സിറ്റീസിലും ഇപ്പോഴത്തെ പുതിയ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇൻഡസ്ട്രി സ്പെസിഫിക് എഡ്യൂക്കേഷണൽ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇൻഡസ്ട്രീസ് നിന്ന് വരുന്ന ഏതൊക്കെ സ്കിൽസിന്റെ ഐഡന്റിഫിക്കേഷൻ, ലേറ്റസ്റ്റ് ടോക്ക് അബൌട്ട് ദി ലേറ്റസ്റ്റ് ടെക്നോളജി, റൈറ്റ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആവാം, IoT ആവാം, മെഷീൻ ലേണിംഗ് ആവാം, അങ്ങനെ പുതിയ ഇന്നോവേഷൻ ഓർ ഇന്നോവേറ്റീവ് ടെക്നോളജീസിന്റെ സ്കില്ലിന്റെ ആവശ്യത്തിനുള്ള ട്രെയിനിങ്ങും പരിശീലനവും കൊടുക്കാൻ പറ്റുന്ന പദ്ധതികൾ ഇവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി, ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയാലും ശരി, ക്യൂസാറ്റ് ആയാലും ശരി, അതേമാതിരി നോളജ് മിഷൻ ആയാലും ശരി, എല്ലാ യൂണിവേഴ്സിറ്റിയിലും ആ പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. അപ്പോൾ റൈറ്റ് നോ ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, സ്കിൽ ഗ്യാപ്സ് ഉണ്ടെങ്കിലും ടെക്നോളജി നമ്മൾ ഇവിടുന്ന് ചേൺ ഔട്ട് ചെയ്യുന്ന കുട്ടികൾ കുറെ കൂടുതലാണ്. നമ്മൾക്ക് എഡ്യൂക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ നല്ലതുണ്ട്. ബട്ട് ദ പ്രോബ്ലം ഈസ് ആ എഡ്യൂക്കേഷനെ നമുക്ക് എങ്ങനെ പ്രൊഡക്റ്റീവ് ആക്കി മാറ്റാം, ആ രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പിന്നെ ഈ ട്രാൻസ്ഫോർമേഷൻ, ഒരു സിറ്റിയുടെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ എല്ലാ ട്രാൻസ്ഫോർമേഷനും ഒരു റോഡ് മാപ്പിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വെദർ ഇറ്റ് ഈസ് റോഡ് ഇൻഫ്രാസ്ട്രക്ചർ, വെദർ ഇറ്റ് ഈസ് ഇൻഡസ്ട്രിയൽ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് IT പാർക്സ് ആയാലും ശരി, അല്ലെങ്കിൽ ബാക്കി ഇൻഫ്രാസ്ട്രക്ചർ ലൈക്ക് കമ്മ്യൂട്ടേഷൻസും ട്രാവലും, ഇപ്പോൾ മെട്രോ, ഇങ്ങനത്തെ പറഞ്ഞ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഒക്കെ. ബാംഗ്ലൂർ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ദേ ആർ ലിറ്റിൽ ahead ഓഫ് കേരള ഓർ കൊച്ചി, ബിക്കോസ് അവിടെ ഇപ്പം the pace in which the infrastructure development has happened and സ്കെയിൽ ഭയങ്കര വ്യത്യാസമാണ്. ആ സ്കെയിലിനെ കൊച്ചി നമുക്ക് കമ്പയർ ചെയ്യുന്നത് എന്നെ വിശ്വസിച്ച് നോക്കുകയാണെങ്കിൽ അതൊരു റോങ് ഫിറ്റ് കമ്പാരിസൺ ആയി മാറും. റൈറ്റ്, കൊച്ചിയുടെ ഇഫ് യു ലുക്ക് അറ്റ് കൊച്ചി പെർ സെ ആസ് എ സിറ്റി, ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ട്. ചാലഞ്ചസ് ഇപ്പോൾ എൻ്റെ സഹ പാനലിസ്റ്റ് പറഞ്ഞു, ട്രാഫിക് ജാംസ്. ബാംഗ്ലൂർ ഈസ് ഓൾസോ ഗോയിങ് ത്രൂ എ ട്രാഫിക് ജാം ആൻഡ് പ്രോബ്ലംസ്, റൈറ്റ്. അപ്പോൾ ഞാൻ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു, അവിടെ നിന്ന് തിരിച്ച് നാട്ടിലോട്ട് വന്ന ഒരു വ്യക്തിയാണ്. മൾട്ടിനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. അപ്പോൾ ട്രാഫിക് ജാംസ് അത് ഒരു ട്രാൻസ്ഫോർമേഷണൽ ടൈമിൽ വരുമ്പോൾ ഉണ്ടാവുന്നതാണ്. പക്ഷെ അതൊക്കെ മറികടക്കാനുള്ള പോളിസീസും എന്താ പറയുക പ്രൊജക്ട്സും വന്നു കഴിയുമ്പോൾ ഈ മൾട്ടിനാഷണൽസ് ഒക്കെ കേരളത്തിൽ വരുന്നത് ഒരു പോസിറ്റീവ് സൈൻ ആയിട്ടാണ് ഞാൻ കാണുന്നത്. ശരി, വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ അഭിലാഷ് വലിയവളപ്പിൽ, ശനിയാഴ്ച ഉദ്ഘാടനം ചെയ്യുന്ന ലുലുവിൻ്റെ ട്വിൻ ടവർ എത്ര തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും? ഇപ്പോഴത്തെ കണക്കുകൂട്ടലനുസരിച്ച് ഒരു 30,000 തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കാൻ കഴിയുക എന്നുള്ളതാണ് നമ്മൾ കണക്കുകൂട്ടുന്നത്. അതിൻ്റെ മെയിൻ കാരണം 25 ലക്ഷം സ്ക്വയർ ഫീറ്റ് ലീസബിൾ സ്പേസ് ഉണ്ട് അതിൽ.
നോർമൽ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ച് 85 സ്ക്വയർ ഫീറ്റ് ഒരാൾക്ക് എന്നുള്ളതാണ് ഒരു IT ഇൻഡസ്ട്രിയിലെ ഒരു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്. 85 മുതൽ 120 വരെ ഉള്ളവരുണ്ട്. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് നോക്കുമ്പോൾ ഒരു 30,000 ആൾക്ക് എങ്ങനെ പോയാലും ഒരു 25,000 തൊട്ടിട്ട് 30,000 ആൾക്കാർക്ക് വരെ തൊഴിലവസരം ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതല്ലാതെ ഈ ട്വിൻ ടവർ കേരളത്തിൻ്റെ IT മേഖലയ്ക്ക് നൽകുന്ന സംഭാവന എന്താണ്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഏതെങ്കിലും ഒരു MNCs, വേൾഡ് ക്ലാസ് MNCs ലൈക്ക് ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ആമസോൺ, അത്ര ഏതെങ്കിലും കമ്പനികൾ ഇവിടെ വന്നൊരു 4-5 ലക്ഷം സ്ക്വയർ ഫീറ്റ് സ്പേസ് ചോദിച്ചു കഴിഞ്ഞാൽ കൊച്ചിയിലും ട്രിവാൻഡ്രത്തും A ഗ്രേഡ് സ്പേസ് ഇല്ലാത്തൊരവസ്ഥയാണ്. ആ അവസ്ഥ വരുന്ന സമയത്ത് അവർ ഓട്ടോമാറ്റിക്കായിട്ട് ദേ വിൽ ഗോ ഫോർ ഓപ്ഷൻ B, C, D ലൈക്ക് ബാംഗ്ലൂരു, ചെന്നൈ ഓർ ഹൈദരാബാദ്. അപ്പോൾ ആ ഒരു പോയിന്റിൽ നിന്നിട്ട് വേണം ഈ പ്രൊജക്റ്റിനെ നമ്മൾ നോക്കിക്കാണാനായിട്ട്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അങ്ങനത്തെ ഏതെങ്കിലും ഒരു MNC വരുന്ന സമയത്ത് there is a prestigious project which anybody and everybody can point it out with world class facilities, with one of the most iconic tower, the tallest tower in IT office spaces in the whole south, with all the even in-house helipad. We have the world's largest robotic parking. We have 2,500 seating food court. We have 67 lifts and 12 escalators. We have created a 5-star IT office space or IT office building. So that itself will eventually attract the major MNCs to come and at least look at Kerala and look at Kochi at large. And Kochi is recently getting a lot of traction. ഒരുപാട് എൻക്വയറീസ് ഇപ്പോൾ നമുക്ക് തന്നെ ഇപ്പോൾ കഴിഞ്ഞൊരു 3 കൊല്ലം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ലീസബിൾ ഇത് നോക്കിയാൽ 2022 വരെ ഒരു വർഷത്തെ ഓഫീസ് സ്പേസിന്റെ ഓഫ് ടേക്ക് വാസ് ഹാർഡ്ലി 3 lakh സ്ക്വയർ ഫീറ്റ് ബിറ്റ്വീൻ 2016 to 2022. എവറി ഇയർ 3 ലക്ഷം സ്ക്വയർ ഫീറ്റ് മാത്രമാണ് ഇവിടെ ഓഫീസ് സ്പേസ് ലീസബിൾ ആയിട്ട് പോയിട്ടുള്ളത്. ആ സ്ഥാനത്ത് 2023 വന്നപ്പോൾ അത് 6 ലക്ഷം ആവുകയും 2024 വന്നപ്പോൾ അത് 15 ലക്ഷം ആവുകയും. ഈ 15 ലക്ഷം ആയത് ഒന്ന് EY പ്രസ്റ്റീജിൽ വലിയൊരു സ്പേസ് കൊടുത്തു. രണ്ടാമതായിട്ട് ലുലുവിലെ ഞങ്ങൾ എക്സിസ്റ്റിംഗ് ടവറിൽ ഇപ്പോൾ ഈ പുതിയതായിട്ട് ഇനോഗ്രേറ്റ് ചെയ്യാൻ പോകുന്ന ടവറല്ല, ഇൻഫോ പാർക്കിൻ്റെ ഉള്ളിൽ ലുലു സൈബർ ടവർ 2 3.5 ലക്ഷം സ്ക്വയർ ഫീറ്റ് IBM എലോൺ എടുത്തു. പിന്നെ ലിറ്റ്മസ് 1 ഫ്ലോർ എടുത്തു, സ്പാഡ 2 ഫ്ലോർ എടുത്തു. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് എന്താ വെച്ചാൽ ദർ ആർ ലോട്ട് ഓഫ് ട്രാക്ഷൻസ് കമ്മിങ് ഫ്രം ദ tier 1 cities like Bangalore, Hyderabad, Chennai and all towards the tier 2 cities, and the people started, the MNC, the IT industry started looking at Kochi in a very positive manner than a couple of years ago. ലുലു എന്തുകൊണ്ടാണ് ബാംഗ്ലൂരോ ഹൈദരാബാദോ പോലുള്ള സ്ഥലങ്ങൾ ഒഴിവാക്കി കൊച്ചിയിൽ ഇത്ര വലിയൊരു ഇൻവെസ്റ്റ്മെന്റിന് തയ്യാറായത്? അതിന്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു വെച്ചാൽ you all know our chairman is having he's from Kerala, and പുള്ളിക്ക് ഒരു വിഷനുള്ള എന്താ വെച്ചാൽ ഇവിടുത്തെ കുട്ടികൾ കഴിയുന്നതും ഇവിടെ കൂടുതൽ ജോലി കിട്ടാവുന്ന ഒരു സാഹചര്യം ഇവിടെ തന്നെ ക്രിയേറ്റ് ചെയ്യുക. അതിൽ ഏറ്റവും ഈസി ആയിട്ടും ഏറ്റവും എളുപ്പത്തിലും ചെയ്യാവുന്ന ഒരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IT ഇൻഫ്ര. നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ IT കമ്പനികൾക്ക് വരാവുന്ന രീതിയിൽ ഓഫീസ് സ്പേസ് എടുക്കാവുന്ന രീതിയിൽ നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന ജോലി. 11 വർഷം മുമ്പ് ആദ്യത്തെ ലുലു സൈബർ ടവർ 2 ഇൻഫോ പാർക്കിൽ തുടങ്ങുന്ന സമയത്ത് അതിന്റെ ആകെ ബിൽട്ടപ്പ് ഏരിയ 5.5 ലക്ഷം സ്ക്വയർ ഫീറ്റ്, അതിൽ ലീസബിൾ ഏരിയ 4 ലക്ഷം സ്ക്വയർ ഫീറ്റ് ആയിരുന്നു. അത് LNTയിൽ നമ്മൾ വാങ്ങിക്കണം. അത് വാങ്ങിച്ചതിന്റെ പിറ്റേന്ന് ഐ തിങ്ക് വിത്തിൻ 2 years വി സ്റ്റാർട്ടഡ് കൺസ്ട്രക്ടിങ് എ ന്യൂ ടവർ, ദാറ്റ് ഈസ് ദ ലുലു സൈബർ ടവർ 2. ആ 5.5 ലക്ഷത്തിന് പകരമായിട്ട് 15 ലക്ഷം സ്ക്വയർ ഫീറ്റ് ബിൽട്ടപ്പ് ഏരിയയും 9 ലക്ഷം സ്ക്വയർ ഫീറ്റ് ഉള്ള ലീസബിൾ ഏരിയ ഉള്ള ഒരു ടവർ നമ്മൾ പണിതു. അത് ഇൻഫോ പാർക്കിലാണ് ഞാൻ പറയുന്നത്, ലുലു സൈബർ ടവർ 2. അതിലാണ് ഇപ്പോൾ IBM ഒക്കെ. ആ 2 ടവറുകളും ഇപ്പോൾ ഓൾമോസ്റ്റ് ഫുള്ളി ഓക്യുപ്പൈഡ് ആണ്. സോ നൗ വി ആർ കമ്മിങ് അപ്പ് വിത്ത് എ ന്യൂ ടവർ വിച്ച് ക്യാൻ ഇൻവൈറ്റ് മേജർ MNCs വിത്ത് 25 lakh സ്ക്വയർ ഫീറ്റ് ഓഫ് ലീസബിൾ സ്പേസ്. അപ്പോൾ അതിലൂടെ തന്നെ ഒരു 30,000 ആൾക്ക് ജോലി കൊടുക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ടവറുകളിലുള്ള 13,800 ഇതിൽ 30,000 മുതൽ 43,800 ഒരു 50,000 ആൾക്ക് ജോലി കൊടുക്കാവുന്ന ഒരു IT ഇൻഫ്ര പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാക്കി ലുലുവിനെ മാറ്റുക എന്നുള്ളതാണ് അടുത്തൊരു 3 വർഷത്തിനുള്ളിലുള്ള നമ്മുടെ ദൗത്യം.
ശരി, വ്യക്തമാണ്. അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് മലയാളികൾക്ക് ഇവിടെ ജോലി കൊടുക്കുക, പ്രത്യേകിച്ച് ഇവിടുത്തെ പെൺകുട്ടികൾക്ക് നാട്ടിൽ നിന്നുകൊണ്ട് ജോലി ചെയ്യാവുന്നു. IBM പോലുള്ള റെപ്യൂട്ടഡ് കമ്പനികളിൽ നിന്ന് നല്ല സാലറിയോട് കൂടിയിട്ട് ഇവിടെ ജോലി ചെയ്യാവുന്ന ഒരു അവസരം കൊച്ചിയിൽ ക്രിയേറ്റ് ചെയ്യുക എന്ന വിഷണറി ആയിട്ടുള്ള ഞങ്ങളുടെ ചെയർമാൻ യൂസുഫ് അലി ഇവിടെ ഒരു ചിന്തയുടെ പുറത്താണ്. ശരി, വ്യക്തമാണ്. ശ്രീ ജെയ്സ് ജോൺ, ബാംഗ്ലൂർ അല്ലെങ്കിൽ ഹൈദരാബാദ് പോലുള്ള മെട്രോപൊളിറ്റൻ ഹബ്ബുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കേരളത്തിൽ ഒരു IT സംരംഭം ആരംഭിക്കുന്നതിന് താരതമ്യേന ചെലവ് കുറവാണോ? സ്വാഭാവികമായിട്ടും ചെലവ് കുറവ് തന്നെയാണ്. പക്ഷെ നമ്മൾ ഈ ചർച്ചയിൽ നമ്മളൊരു കമ്പാരിഷൻ പറയുമ്പോൾ, അല്ലെങ്കിൽ മികച്ചതാകുമോ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ബാംഗ്ലൂരിനെക്കാട്ട് നമ്മൾ ഒരുപടി മുന്നിൽ നിൽക്കുമോ എന്നൊക്കെ പറയുമ്പോൾ, ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഓട്ട മത്സരമായിട്ട് നമ്മൾ കരുതേണ്ട കാര്യമല്ല. ബാംഗ്ലൂർ അത് അതിൻ്റെതായ തനതായ ശൈലിയിൽ വളർന്നു വന്ന ഒരു മെട്രോ സിറ്റിയാണ്, ഒരു IT ഹബ്ബാണ്. അതിനോടൊപ്പം നമ്മൾ വളരാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മൾ വളരെ വേഗത്തിൽ ഇപ്പൊ നമ്മൾ ഇവിടെ പ്രത്യേകിച്ച് മാജിക്കുകളൊന്നും നമുക്ക് കാണിക്കാൻ പറ്റില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഇൻവെസ്റ്റ്മെന്റ് പാർട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടി നമുക്ക് ചെലവ് കുറവാണ് എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം. പക്ഷെ ഇതിന്റെ എല്ലാം നമ്മൾ അങ്ങനെ ഒരു ചെലവ് കുറഞ്ഞ് പലപ്പോഴും ഞാനൊരു ഉദാഹരണം കൂടെ പറയാൻ ശ്രമിക്കുകയാണ്. ഞാൻ ചർച്ചയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, ട്രിവാൻഡ്രത്ത് ടെക്നോ പാർക്ക് ഉണ്ട്, കുണ്ട്ര ടെക്നോ പാർക്ക് ഉണ്ട്. അപ്പൊ കുണ്ട്ര ടെക്നോ പാർക്കിൽ ട്രിവാൻഡ്രത്തെക്കാട്ടിൽ റേറ്റ് കുറവാണ്. ഈ പറഞ്ഞ പോലെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള സ്റ്റാർട്ടപ്പുകൾക്കും റേറ്റ് കുറവാണ്. പക്ഷെ നമ്മൾ ഒരു സർവേ എടുത്ത് നോക്കുമ്പോൾ അവിടെയുള്ള 90%, 95% കമ്പനികൾ പരാജയമായിരുന്നു. നമ്മൾ തീർച്ചയായിട്ടും സർവേ എടുത്ത് നോക്കുക. കാരണം അത് തുടങ്ങിയ സമയത്ത് ഒരുപാട് മോഹന വാഗ്ദാനങ്ങളൊക്കെ നൽകിയാണ് തുടങ്ങിയത്. ഒരു ബിൽഡിങ് അവിടെ പണിത് കഴിഞ്ഞാൽ അവിടേക്ക് വരാനുള്ള റോഡുകൾ, അവിടേക്ക് ഒരു KSRTCയുടെ ബസ് വിടണമെന്ന് അവിടെയുള്ള സ്റ്റാർട്ടപ്പുകൾ ആവശ്യപ്പെട്ടിട്ട് അതിന് ഇതുവരെ സർക്കാർ അതിന് തുനിഞ്ഞിട്ടില്ല. അന്ന് പറഞ്ഞത് അതിന്റെ ഒരു കായലിലോട്ട് തീരത്താണ് ആ ബിൽഡിംഗ് പണിതിരിക്കുന്നത്. അപ്പം ട്രാഫിക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കൊല്ലത്ത് നിന്ന് ഒരു ബോട്ട് സർവീസ് ആരംഭിക്കുന്നു. പക്ഷെ ഈ കഴിഞ്ഞ 10-15 കൊല്ലമായിട്ടും അതും നടന്നിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു സാഹചര്യത്തില് ഒരിക്കലും നല്ല റിസോഴ്സുകൾ അവിടെ എത്തില്ല. അപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞു. അപ്പൊ ആ ഒരു അവസ്ഥ ഈ പറയുന്ന വലിയ ഇൻവെസ്റ്റ്മെന്റുമായിട്ട് മൾട്ടിനാഷണൽ കമ്പനികൾ അവിടെ എത്തുമ്പോൾ ഈ പറഞ്ഞ ഇൻഫ്രായിൽ വരുന്ന പരിമിതികൾ, ഈ പറഞ്ഞ ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഒട്ടനവധി കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ അതിനെപ്പറ്റി നമുക്ക് പറയാനുണ്ട്. പക്ഷെ അതെല്ലാം എടുത്തെടുത്ത് നോക്കി പരിശോധിച്ച് കൃത്യമായ രീതിയിൽ, കൃത്യമായ കാലയളവിൽ, നല്ല പഠനത്തോടുകൂടി ശാസ്ത്രീയമായി ഇവിടെ നടക്കുന്ന പല നിർമ്മാണങ്ങളും അശാസ്ത്രീയമായി തന്നെയാണ്. അതുകൊണ്ടാണ് പല പദ്ധതികളും പരാജയപ്പെട്ടു പോകുന്നത്. അതിന് കൃത്യമായ പഠനം ആവശ്യമാണ്. അങ്ങനെ നമുക്ക് വളരണം. അതോടെ ബാംഗ്ലൂരിനോടൊപ്പം നമ്മൾ വളരാൻ ശ്രമിക്കുക. ഈ പറഞ്ഞ പോലെ അതിനെ പെട്ടെന്ന് ഒറ്റ ദിവസം നമ്മൾ ഇപ്പം ബാംഗ്ലൂരിനെ നമ്മൾ കീഴടക്കും, കൊച്ചിയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും, നമുക്കൊരിക്കലും അവകാശപ്പെടാൻ സാധിക്കുക. ശരി, ശ്രീ ഹരീഷ് കുമാർ കെ, ഒരു IT ഡീലർ എന്നുള്ള നിലയിൽ താങ്കൾ ഫേസ് ചെയ്യുന്ന വിഷയങ്ങൾ എന്തെല്ലാമാണ്? IT ഡീലർ ഞാനെന്നുള്ള നിലയ്ക്കല്ല, നമ്മുടെ ഈ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് MNCസിന്റെ കടന്നുവരവോടുകൂടി സാധാ ഡീലേഴ്സ് എല്ലാം തുടച്ചു മാറ്റപ്പെടുന്ന ഒരവസ്ഥയാണ്. ഞാൻ മുന്നേ പറഞ്ഞോളം തന്നെ ഇവിടെ നമ്മുടെ പുതിയ ചെറുപ്പക്കാർ IT ബിസിനസ് രംഗത്തേക്ക് വരുന്നേ ഇല്ല. അവർക്ക് ഈ ബിസിനസ്സിനോട് താല്പര്യമേ ഇല്ല. അതോടൊപ്പം തന്നെ ഹാർഡ്വെയർ സംബന്ധമായ വിദ്യാഭ്യാസ രംഗങ്ങളിൽ, അതായത് ഹാർഡ്വെയർ കോഴ്സുകളിൽ കുട്ടികളില്ല. പല സ്ഥാപനങ്ങളിൽ നമ്മൾ അന്വേഷിച്ച സമയത്ത് ഹാർഡ്വെയർ പഠിക്കാൻ കുട്ടികൾക്ക് താല്പര്യമേ ഇല്ല. അപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് യാതൊരുവിധമായ സപ്പോർട്ടുകളും ഈ ഡീലർ സമൂഹത്തിന് ലഭിക്കുന്നില്ല. പക്ഷേ ഈ ഡീലർ സമൂഹം ഈ കറക്റ്റായിട്ട് GSTയും ഇൻകം ടാക്സും അടച്ച് കച്ചവടം ചെയ്യുന്ന ഇവരെ ഒരു രീതിയിലും ഗവൺമെന്റുകൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഓൾ ഓവർ കേരള എന്നല്ല നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വിഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ IT സമൂഹം. ശരി, ശ്രീ അഭിലാഷ് വലിയവളപ്പിൽ, ഒരു സംരംഭകന്റെ വീക്ഷണത്തിൽ ബാംഗ്ലൂർ അല്ലെങ്കിൽ ഹൈദരാബാദ് പോലുള്ള ഒരു മെട്രോപൊളിറ്റൻ കേന്ദ്രവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നതിന്റെ നേട്ടം എന്താണ്?
ഈ ചോദ്യം പലപ്പോഴും പല MNCസും എന്നോട് നേരിട്ട് ചോദിച്ചിട്ടുള്ളതാണ് നമ്മളെ നെഗോഷിയേഷൻ, അതായത് അവരെ മീറ്റിംഗ്സിലും. വൈ കൊച്ചിയിൽ നമ്മളപ്പോൾ പറയുന്ന മേജറായിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾക്ക് ഫ്രഷ് ടാലൻസ് ആർ അവൈലബിൾ ഇൻ കൊച്ചി. ഇപ്പോൾ ഹൈദരാബാദ് ആണെങ്കിലും ചെന്നൈ ആണെങ്കിലും ബാംഗ്ലൂർ ആണെങ്കിലും അവിടുത്തെ IT മേഖലകളിൽ IT മേഖലകളിൽ വർക്ക് ചെയ്യുന്നവരിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു മിനിമം ഒരു 15% മലയാളികൾ. അവരൊക്കെ ഇവിടുന്ന് അവിടെ പോയിട്ട് പലരും നാട്ടിൽ പഠിച്ചവർ തന്നെയാണ്. ബാംഗ്ലൂർ പഠിച്ചവർ 2%, 3% മലയാളികൾ മാറ്റിവെച്ച് അവരൊക്കെ നമ്മൾ കേരളത്തിൽ തന്നെ പഠിച്ച് കമ്പ്യൂട്ടർ സയൻസ് ഗ്രാജുവേഷൻ എടുത്ത് അവിടെ കമ്പനികളിൽ ജോയിൻ ചെയ്യും. അപ്പോൾ വി ഹാവ് എ വെരി ഗുഡ് സ്മാർട്ട് ടാലൻറ്റ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് എന്താ വെച്ചാൽ ഇവിടെ ഇപ്പോൾ റീസെൻ്റ്ലി ഒരു 2 വർഷമായിട്ട് തുടങ്ങിയ MNCകൾക്കൊക്കെ ഏറ്റവും നല്ല ലാബ് റിസൾട്ട്സാണ് അവർക്ക് ഇവിടുന്ന് കിട്ടുന്നത്. അതും പറയുന്നത് പാൻ ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന ലാബ് റിസൾട്ട്സ് ആണ്. പാൻ ഗ്ലോബലിൽ നിന്ന് കിട്ടുന്ന ലാബ് റിസൾട്ട്സിനെ ഔട്ട്ബീറ്റ് ചെയ്യുന്ന ലാബ് റിസൾട്ട്സ് ആണ് ഇവിടുത്തെ നമ്മുടെ സ്മാർട്ടായിട്ടുള്ള കുട്ടികളിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് തന്നെ അറിയുന്നത്. സോ ദാറ്റ് ഇറ്റ് സെൽഫ് ഷോസ് ദാറ്റ് വി ഹാവ് എ വെരി ഗുഡ് ഫ്രഷ് ടാലൻസ്. അവരെ നമ്മൾ മോൾഡ് ചെയ്തെടുത്ത് നല്ല കമ്പനികളിൽ ജോലി കിട്ടി അവർ നല്ല മോൾഡ് ചെയ്തെടുത്തിട്ട് അവരെ നമ്മൾ മേലേക്ക് കൊണ്ടുപോകും. സോ ടാലൻറ്റ്, വൺ ഈസ് ദ ടാലൻറ്റ് അവൈലബിൾ. Second is the rent. Comparing the rent in Bangalore, Kochi is having even lesser than half of that. അപ്പോൾ റെന്റ് പകുതിയുള്ളൂ, ഓഫീസ് റെന്റ്. ഇപ്പോൾ നമ്മളെ ടവർ ഉണ്ട്, പുതിയ ടവർ വരുന്നത്, അതേപോലത്തെ ഒരു ടവർ, ഒരു ഐക്കോണിക് ടവർ ബാംഗ്ലൂർ ആണെന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ടി വരുന്ന റെന്റിന്റെ പകുതിയിൽ താഴെയാണ് നമ്മളിവിടെ നമുക്ക് കിട്ടാവുന്നത്. റെന്റ് ഇസ് ലെസ് 50%. പിന്നെ ഒരു കാര്യം, ടാലന്റിന് വരുന്ന അതായത് സ്റ്റാഫ് കോസ്റ്റ് ഈസ് 2/3, ഒരു 35% to 40% ഒക്കെ ബാംഗ്ലൂരിനേക്കാളും. ഇപ്പോൾ സെയിം മലയാളി കുട്ടി തന്നെ അവിടെ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 40,000 ജോലി ചെയ്യുന്ന ഒരു ബിഗിനർ ജോലി ചെയ്യുന്നുണ്ട്, ഇവിടെ 25,000 ജോലി ചെയ്യുന്നത്. ബിക്കോസ് ദേ ആർ കമ്മിങ് ഫ്രം ഹോം ആൻഡ് ദേ ആർ യൂസിങ് ദ ലോൺ. ഇപ്പോൾ ഇവിടെ അവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിംഗ് ആയിട്ട് ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ വളരെ കുറഞ്ഞ കോസ്റ്റ് ഓഫ് ലിവിംഗ് ആണ്. അപ്പോൾ റെന്റ് ഈസ് ഹാഫ്, സ്റ്റാഫ് കോസ്റ്റ് ഈസ് 2/3, ആൻഡ് ദ തേർഡ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഈസ് ദാറ്റ് സ്റ്റാഫ് അട്രീഷൻ ഈസ് വെരി ലെസ്. മറ്റ് ബാംഗ്ലൂരിലൊക്കെ ഉള്ള കമ്പനികളൊക്കെ അവരെ ഒരു സ്റ്റാഫിനെ ട്രെയിൻ ചെയ്ത് ട്യൂൺ ചെയ്ത് കമ്പനിയിലെ ഒരു ന്യൂആൻസസ് ഒക്കെ പഠിപ്പിച്ച് കമ്പനി കൾച്ചറൊക്കെ പഠിപ്പിച്ചെടുക്കാൻ എടുക്കുന്ന 2 വർഷം കഴിയുമ്പോൾ ഈ കുട്ടികൾ അവിടെ നിന്ന് ചാടും അടുത്ത കമ്പനി. സോ ദാറ്റ് ഗിവ്സ് എ ബിഗ് പെയിൻ ടു ദ HR ഡിപ്പാർട്ട്മെന്റ് ഓഫ് മോസ്റ്റ് ഓഫ് ദ MNCs. ദാറ്റ് ഈസ് നോട്ട് ഹാപ്പനിങ് ഇൻ കൊച്ചി. കൊച്ചിയിലെ കുട്ടികൾ കൂടുതൽ സ്റ്റേ ബാക്ക് ചെയ്തിട്ട് കമ്പനികളിൽ സ്റ്റേ ബാക്ക് ചെയ്ത് കുറേയും കൂടിയും എംപ്ലോയർ ലോയൽറ്റി കുട്ടികൾ ഇവിടുത്തെ കുട്ടികൾ കാണിക്കും. പക്ഷേ കൊച്ചി പോലൊരു സ്ഥലത്ത് ഇത്തരം ടാലൻസ് അവൈലബിൾ ആണോ? ആസ് ഓഫ് നൗ യെസ്. ഇനി ഒരുപാട് കമ്പനികൾ വരുന്ന സമയത്ത് എന്താവും സിറ്റുവേഷൻ എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റും. ഇപ്പോൾ IBM പോലുള്ള കമ്പനികൾക്കും ഇനഫ് ടാലൻസ് ഒന്നും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് കിട്ടുന്ന സൂചന. പിന്നൊരു കാര്യമുള്ള എന്താ വെച്ചാൽ കൊച്ചി ഈസ് ദ ഓൺലി സിറ്റി വിച്ച് ഇസ് ഹാവിംഗ് എ വാട്ടർ മെട്രോ സിസ്റ്റം റൺ ബൈ ഗവൺമെന്റ്. And the next phase is that metro is getting connected to Kakinada, and it is having stops in Info Park, and one more stop is planned for even smart city in this current phase itself. Info Park il end cheyunnayirunnu, adu oru phase കൂടി ഒരു സ്റ്റോപ്പ് കൂടി വരുന്നുണ്ട്, അത് സ്മാർട്ട് സിറ്റിയിലാണെന്നുണ്ട്. അപ്പോൾ ഇറ്റ് വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ ടൈം. നമ്മളെ നേരത്തെ എൻ്റെ ഒരു പാനലിസ്റ്റ് പറഞ്ഞ പോലെ നമ്മളെ ഇംപ്ലിമെന്റേഷൻ ടൈമാണ് നമ്മളെ ഏറ്റവും വലിയ ഒരു ഡ്രോബാക്ക്. ബാംഗ്ലൂരൊക്കെ ഇതേപോലുള്ള ഒരു ഫേസ് ഒരു 1.5 വർഷം കൊണ്ട് ചെയ്യണമെങ്കിൽ നമ്മൾ വി ആർ ടേക്കിംഗ് ഈവൻ 3 years or more. അപ്പോൾ അതൊന്ന് ഫാസ്റ്റനായിട്ട് ഈ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണം. സോ വി ഹാവ് ദ ബെസ്റ്റ് ടാലന്റ് അവൈലബിൾ, വി ഹാവ് ദ ഹാഫ് ഓഫ് ദ റെന്റ്, വി ഹാവ് ദ 2/3 ഓഫ് ദ സ്റ്റാഫ് കോസ്റ്റ്. ആൻഡ് ഇപ്പോൾ ഇവിടെ ഒരു ഫാമിലി വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹോട്ടൽസ് ഉണ്ട്, അത്യാവശ്യം മൾട്ടി എത്നിക് ആൻഡ് മൾട്ടി കൾച്ചറൽ ഓർ മൾട്ടി. പക്ഷേ കേരളത്തിൽ ജീവിത നിലവാരവും താരതമ്യം ചെയ്യുമ്പോൾ ബാംഗ്ലൂരോ ഹൈദരാബാദിലോ ഉള്ള ഫെസിലിറ്റീസ് കൊച്ചിയിൽ അവൈലബിൾ അല്ല. കൊച്ചിയിൽ ഒരു നൈറ്റ് ലൈഫ് ഇല്ല. ഇതൊക്കെ ചെറുപ്പക്കാരെ കൊച്ചിയിൽ നിന്ന് അകറ്റുന്നുണ്ടോ? നൈറ്റ് ലൈഫിന് പറയുകയാണെങ്കിൽ യെസ്, ഐ ഷുഡ് സേ ദാറ്റ് നൈറ്റ് ലൈഫ് ഈസ് നോട്ട് അറ്റ് പാർ വിത്ത്. പക്ഷേ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ 5-star ഹോട്ടൽസ്. അതിൽ തന്നെ ഏറ്റവും കോൺസെൻട്രേറ്റഡ് 5-star ഹോട്ടൽസ് ഉള്ള ടൗണാണ് കൊച്ചി, സിറ്റി ആൻഡ് കൊച്ചി. സോ ഹോട്ടൽസ്, if you forget about the liquor or pub or all those culture, the rest of the things that നല്ല ഹോട്ടലുണ്ടോ താമസിക്കുന്നത്, നല്ല റെസ്റ്റോറൻറ്റ്സ് ഉണ്ടോ,
നല്ല ഇറ്ററീസ് ഉണ്ട് ഇവിടെ. ഇപ്പം മെഡിറ്ററേനിയൻ അല്ലെ അറബിക് എല്ലാം മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻറ്റ്സ് ഈസ് പ്ലെന്റി അവൈലബിൾ ഇൻ കൊച്ചി. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് കൊച്ചി ഈസ് ഷോർട്ട് ഇൻ ദാറ്റ് വേ മാനർ. നല്ല ഹോസ്പിറ്റൽസ് ഉണ്ട്, ഏറ്റവും നല്ല ഹോസ്പിറ്റൽസ് ഉണ്ട്. സോ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് കൊച്ചി ഈസ് മച്ച് ഇൻഫീരിയർ. പക്ഷേ ബാംഗ്ലൂരിനെ പറ്റിയുള്ള ഒരു കമ്പാരിസൺ ഈസ് നോട്ട് എ റിയലിസ്റ്റിക് കമ്പാരിസൺ. നേരത്തെ എൻ്റെ പാനലിസ്റ്റ് പറഞ്ഞ പോലെ ബാംഗ്ലൂർ സിറ്റി അലോൺ, ഒരു 50 സ്ക്വയർ കിലോമീറ്ററിലുള്ള സിറ്റി അലോൺ 30,000 15 lakh core IT professionals are working in Bangalore town, and 15 lakhs IT enabled services professionals are working. So you are comparing a 30 lakhs with a 75,000. കൊച്ചിയിൽ ആകെ വർക്ക് ചെയ്യുന്ന 75,000 ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ കമ്പാരിസൺ തന്നെ ആക്ച്വലി ഒരു റിയലിസ്റ്റിക് അല്ല. സോ വാട്ട് വി ക്യാൻ ഡു ഈസ് ദാറ്റ് വാട്ട് ഓൾ പോസിബിളി വി ക്യാൻ ക്യാച്ച് അപ്പ് in a little bit better pace manner. That is what we are trying to do. അത്രേ ഉള്ളൂ. ശരി, വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ അനിൽ ബാലൻ, കേരളത്തിൻ്റെ സ്റ്റാർട്ടപ്പ് ഫണ്ടിങ്ങിനെ എങ്ങനെ താരതമ്യം ചെയ്യുന്നു? കൂടുതൽ VC ഫണ്ടിങ്ങും മറ്റും ബാംഗ്ലൂരിനെ അപേക്ഷിച്ച് ഇവിടെ ബുദ്ധിമുട്ടാണോ? ഫണ്ടിങ്ങിന്റെ സിറ്റുവേഷൻ ഇപ്പോൾ ഇമ്പ്രൂവ്മെന്റ് ആയിട്ടുണ്ട്. കുറെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് വെച്ചാൽ ബ്രാൻഡിങ് ആണ്. ഒരു ചോദ്യം ജെയിംസ് കുറച്ച് മുമ്പേ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് ട്വിൻ ടവർ വന്ന് കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ വ്യത്യാസം റെസ്റ്റ് ഓഫ് ദ സിറ്റീസ് കമ്പയർ ചെയ്യുമ്പോൾ. നമ്മുടെ പൊസിഷനിങ് ഓഫ് കേരള, കൊച്ചി ആസ് എ സിറ്റി, ബ്രാൻഡിങ് കുറെ ഇമ്പോർട്ടന്റ് ആണ്. ഏത് ബിസിനസ്സിനാണെങ്കിലും ആ പ്രൊഡക്റ്റിനെ ബ്രാൻഡ് ചെയ്യണത് ഏത് രീതിയിലാണ്. ഇങ്ങനത്തെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവുമ്പോൾ നമ്മൾ അട്രാക്ട് ചെയ്യുന്ന മൾട്ടിനാഷണൽസും അതേമാതിരി സ്റ്റാർട്ടപ്സിൽ താല്പര്യമുള്ളവർ ഇങ്ങോട്ട് വരാനുള്ള ഒരു അട്രാക്ഷൻ ആണ് നമ്മളത് പോയിന്റ് ഓഫ് വ്യൂ കൊടുക്കുന്നത്. ബെസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് ദ വേൾഡ് ക്വാളിറ്റി ഈസ് അവൈലബിൾ ഇൻ കൊച്ചി. ആ ഒരു മെസ്സേജ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ആ മെസ്സേജിന്റെ പോസിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് കുറെ ടാലന്റിനെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യാൻ പറ്റും. മലയാളീസ് അക്രോസ് ദി ഗ്ലോബ് കുറെ സ്ഥലത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഓരോ സിറ്റീസിലും വാട്ട് വി ആർ ട്രൈങ് ടു ഡു ഈസ് ട്രൈ ടു ഗെറ്റ് ദി റൈറ്റ് ടാലന്റ് ഹൂ ഈസ് വർക്കിംഗ് ഔട്ട്സൈഡ് ഓഫ് കേരള തിരിച്ച് കേരളത്തിലോട്ട് കൊണ്ടുവന്നിട്ട് അവരെ എങ്ങനെയാണ് നമുക്ക് അട്രാക്ട് ചെയ്യിപ്പിക്കാം. ആ രീതിയിൽ ഇതൊക്കെ ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ട് ചെയ്യുന്നുണ്ട്. നൗ കമ്മിങ് ടു ദി പോയിന്റ് ഓഫ് ഫണ്ടിങ്, ലാസ്റ്റ് ഇയറിൽ തന്നെ there are a lot of I don't know the exact number, but the amount of funding that startups have received in Kerala is commensurate to what the funding is been received in the tier 1 cities. Tier 1 cities എന്ന് പറയുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുന്നത് മുംബൈ, NCR, ബാംഗ്ലൂർ, ചെന്നൈ, ഹൈദരാബാദ്, ഈ സിറ്റീസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പെർസെൻറ്റേജ് വൈസ് നോക്കുകയാണെങ്കിൽ വി ആർ അറ്റ് പാർ വിത്ത് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിലേക്ക് നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റിയത്. ഇപ്പൊ തന്നെ നോക്കുകയാണെങ്കിൽ വി ഹാവ് മോർ ദാൻ 6,200 സ്റ്റാർട്ടപ്സ് ആസ് പെർ ദി സ്റ്റാർട്ടപ്പ് ഇന്ത്യ, റൈറ്റ്, ഇൻ കേരള, ഓഫ് വിച്ച് about 5,234 startups are registered in Kerala Startup Mission. സോ സ്റ്റാർട്ടപ്പിന്റെ ഒരു ഇക്കോസിസ്റ്റം കേരളത്തിൽ ഭയങ്കര പോസിറ്റിവിറ്റി ആണ്. വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കേരള ഇസ് നോട്ട് കൺസിഡേർഡ് ആസ് എ സ്റ്റേറ്റ്, ഇറ്റ്സ് എ കംപ്ലീറ്റ് കമൻസുറേഷൻ ഓഫ് ഡിഫറെന്റ് സിറ്റീസ് ടുഗദർ. നമുക്ക് ആ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത്, റൈറ്റ്. ഒരു സിറ്റിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഇക്കോസിസ്റ്റം അല്ല നമ്മളിവിടെ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അക്രോസ് ദി 14 ഡിസ്ട്രിക്ട്സ് നമുക്ക് പാരലലി ഗ്രോ ചെയ്യുന്ന ഒരു സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം ആണ് കേരളത്തിന് അഡ്വാൻറ്റേജ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഫണ്ടിങ് ആയാലും ശരി, പ്രോഗ്രസ് ആയാലും ശരി, സ്റ്റാർട്ടപ്പ് മേഖലയിൽ നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് കാണുന്നത്. ശരി, ശ്രീ ജെയ്സ് ജോൺ വെട്ടിയാർ, കേരളത്തിലെ IT കമ്പനികൾ ഏതൊക്കെ തരത്തിൽ ഇനി ഇംപ്രൂവ് ചെയ്യാനുണ്ട്? ആക്ച്വലി കേരളത്തിലെ IT കമ്പനികൾ പൊതുവായി നമുക്ക് എന്താ പറയാ ഒരു കോമൺ ആയിട്ട് ഇമ്പ്രൂവ് അത് അവിടെ ഈ പറയുന്ന പോലെ അത് സ്പ്ലിറ്റപ്പ് ചെയ്ത് നമുക്ക് ചിന്തിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. സ്റ്റാർട്ടപ്പുകൾ ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിലല്ലല്ലോ MNCകൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം വ്യത്യസ്തമായ, അതല്ലെങ്കിൽ കേരളത്തിലെ IT കമ്പനികൾ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തെല്ലാമാണ്? ഈ പറഞ്ഞതുപോലെ കേരളത്തിലെ IT കമ്പനികൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ ഈ പറഞ്ഞ പോലെ കൊള്ളാവുന്ന നല്ല ചെറുപ്പക്കാരെ അല്ലെങ്കിൽ IT മേഖലയിൽ പുതിയ ടെക്നോളജി പഠിച്ച ചെറുപ്പക്കാരെ കേരളത്തിൽ നിന്ന് ലഭിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഇപ്പൊ നമ്മൾ നേരിടുന്ന ഏറ്റവും പ്രധാനമായ വിഷയം. ഈ പറഞ്ഞ പോലെ കേരളത്തിൽ നിന്നുള്ള ചെറുപ്പക്കാർ നമ്മുടെ സർവേ നമ്മൾ നോക്കി അറിയാം, കൂടുതൽ ആൾക്കാർ കേരളം വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നവരാണ്. ഈ പറഞ്ഞ പോലെ പുതിയ ടെക്നോളജി അവർക്ക് ഇവിടെ പഠിക്കാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിനുള്ള സംവിധാനങ്ങളോ
ഈ വേണ്ടാത്ത രീതിയിലുള്ള പര്യാപ്തമായ രീതിയിലല്ല നമ്മൾ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഗവൺമെന്റ് കൃത്യമായി ഇപ്പൊ ഈ പറയുന്ന പോലെ ഇപ്പൊ നമ്മളിലൊരു IT പാർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അടുത്ത ദിവസങ്ങളിൽ അതിന്റെ ഇനാഗുറേഷൻ നടക്കുന്നു. ഈ പറയുന്ന ഒരുപാട് എനിക്കൊന്ന് ഇപ്പൊ തന്നെ നിരവധി MNC കമ്പനികൾ അവിടെ വരുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷെ അവർക്കുള്ള സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെയാണ് അവർക്ക് ആവശ്യം. അപ്പൊ ഞാൻ ഈ പറഞ്ഞത് അതിന് മുൻകരുതൽ എന്ന രീതിയിൽ കൃത്യമായി ഇപ്പോൾ തന്നെ അടിയന്തരമായിട്ട് ഉള്ള വിദ്യാർത്ഥികൾക്ക്, ഈ പറയുന്ന യുവാക്കൾക്ക് പുതിയ ടെക്നോളജിയിലുള്ള ട്രെയിനിങ് അടിയന്തരമായിട്ട് നൽകേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ നേരിടാൻ പോകുന്ന പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് ഈ പറയുന്ന ആ ഡൊമൈൻ, കൃത്യമായ ഒരു ഡൊമൈനിൽ വർക്ക് ചെയ്യാൻ ഇവിടുന്ന് ആളിനെ കിട്ടാതിരിക്കുകയും ഈ പറയുന്ന പോലെ പുറത്തുനിന്ന് ആളുകൾ ഇങ്ങോട്ട് വരാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഒരുപക്ഷെ നേരിടാനുള്ള സാധ്യതയുണ്ട്. കാരണം അതായത് ബാംഗ്ലൂർ പോലുള്ള മറ്റ് സിറ്റികളിൽ ഈ പറയുന്ന അവർക്ക് മുമ്പേ നൈറ്റ് ലൈഫിന്റെ കാര്യം പറഞ്ഞു. പക്ഷെ അത് ശരിക്കും ഇപ്പോഴത്തെ ചെറുപ്പക്കാർ അല്ലെങ്കിൽ കേരളത്തിൽ അത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അവർക്ക് അവരുടെ സ്ട്രെസ്, ജോലിയിൽ നിന്നുള്ള സ്ട്രെസ് കുറയ്ക്കാനുള്ള ഒരു സംവിധാനം കേരളത്തിൽ ഇല്ല. അപ്പം പുറത്തു നിന്ന് ഈ പറയുന്ന ഡൊമൈൻ എക്സ്പേർട്സ് ഇവിടെ വന്ന് ജോലി ചെയ്യാന്ന് പറയുന്നതും അവർ അത്ര താല്പര്യം കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെയുള്ള ഒട്ടന പരിഹാരങ്ങൾ നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കും. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ഹരീഷ് കുമാർ കെ, ആഗോള തലത്തിൽ കേരളത്തെ ഒരു IT ഹമ്പായി ബ്രാൻഡ് ചെയ്യുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ടോ? ഇത് ഈ ബ്രാൻഡിങ്ങിൻ്റെ അഭാവം നമ്മളുടെ IT ബിസിനസ്സിനെ ബാധിച്ചിട്ടുണ്ടോ? IT ഹബ്ബാവുന്ന കാര്യത്തിൽ ഗവൺമെന്റ് തലത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ എക്സിക്യൂഷൻ തലത്തിൽ ഒരുപാട് പോരായ്മകൾ നമ്മൾ കാണുന്നു. ഇപ്പോൾ ഇൻഫോ പാർക്കിന് വേണ്ടിയിട്ടും ഒരുപാട് കാര്യങ്ങൾ ഗവൺമെന്റ് തലത്തിൽ പ്രൊമോഷൻസ് നടക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ഇംപ്ലിമെന്റേഷൻ സൈഡിൽ ഒരുപാട് വീഴ്ചകളാണ് കാണുന്നത്. ആഗോള തലത്തിൽ ഞാൻ മുന്നേ പറഞ്ഞോളം തന്നെ കൊച്ചിയിലേക്ക് ഒരുപാട് ഫെസിലിറ്റീസ് കൊച്ചിയിൽ അവൈലബിൾ ആണ്. ആ അവൈലബിലിറ്റീസ് നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു, എങ്ങനെ നമുക്കതൊരു പോസിറ്റീവായിട്ട് കൊണ്ടുവരാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്ക് കേരളത്തിലുള്ള എല്ലാവിധമായ സംവിധാനങ്ങളും ഉണ്ട്. ഈ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതിൽ പലപ്പോഴും നമ്മൾ വീഴ്ച വരുത്തുന്നു. എനിക്ക് തോന്നുന്നു ഈ ഗവൺമെന്റ് തലത്തിൽ പുതിയ ഇപ്പൊ സ്റ്റാർട്ടപ്പിന് വേണ്ടിയാണെങ്കിൽ തന്നെയും മറ്റുള്ള ഇപ്പൊ തന്നെ സീസ് ഉണ്ട്, നമുക്ക് ടാക്സ് ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. ഇൻഫോ പാർക്കിലും മറ്റുള്ള പാർക്കിലൊക്കെ നമുക്ക് ടാക്സ് ഗവൺമെന്റ് ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലുള്ള സംവിധാനങ്ങൾ വരുന്ന സമയത്തും ഇതുകൊണ്ട് തന്നെ പുതിയ സ്റ്റാർട്ടപ്പുകൾ വരുന്ന സമയത്തും പലപ്പോഴും നമ്മളുടെ നിയമ സംവിധാനങ്ങൾ പലപ്പോഴും ഈ പുതിയ സംരംഭകരെ കുരുക്കിലാക്കുന്ന ഒരു സംവിധാനം നമ്മൾ കാണും. അതിനൊക്കെ ഒരു പരിഹാരങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ കേരളത്തിൽ ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. ശരി. ശ്രീ അഭിലാഷ് വലിയവളപ്പിൽ, കേരളത്തിൽ IT സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല എന്നൊരു പരാതിയുണ്ടല്ലോ. കേരളത്തിൽ തുടങ്ങുന്ന IT കമ്പനികൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ചുവട് മാറ്റുന്ന ഒരു പ്രവണതയുണ്ടോ? കേരളത്തിലെ IT കമ്പനികൾ തുടങ്ങി വെച്ചിട്ട് അത് മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് മാറ്റുന്ന പ്രവണത ഉണ്ടോ എന്നുള്ള ഒരു ആധികാരികമായ ഒരു ഇൻഫോർമേഷനോ പഠനമോ ഒന്നും നമ്മുടെ കയ്യിലില്ല. പക്ഷെ നമുക്കറിയാവുന്നത് നമ്മുടെ എക്സിസ്റ്റിംഗ് ടവേഴ്സിലുള്ള ചെറിയ കമ്പനികൾ, സ്റ്റാർട്ടപ്പ് പോലെ തുടങ്ങി വെച്ച കമ്പനികൾ ആരും ഇതുവരെ ഇവിടുന്ന് മൂവ് ഔട്ട് ചെയ്തിട്ടില്ല. ആരും ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്ത് പോയിട്ടില്ല. ദേ ആർ സ്റ്റിൽ ബി വിത്ത് അസ് ഫോർ ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ്. ശരി. ശ്രീ അനിൽ ബാലൻ, വലിയ ആഭ്യന്തര അന്തർദേശീയ IT നിക്ഷേപങ്ങളെ കേരളത്തിലേക്ക് ആകർഷിക്കുന്നതിനുള്ള പ്രധാന തടസ്സങ്ങൾ എന്തൊക്കെയാണ്? ഒരു പോയിന്റ് തന്നെയാണ് ഇൻഫ്രാസ്ട്രക്ചർ. പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് വന്ന് ഇപ്പൊ ലുലു മാതിരത്തെ വലിയ ഗ്രൂപ്പ്സ്, അതേമാതിരി ലാർജ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പേഴ്സ് വന്ന് ഇവിടെ ലാർജ് ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് മൾട്ടിനാഷണൽസും ഇന്റർനാഷണൽ ബ്രാൻഡ്സിനും അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന, ബിൽഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ സെക്കൻഡ് തിങ്, നമ്മുടെ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത വിഷയം തന്നെയാണ് കോസ്റ്റ് ഓഫ് ലിവിങ് കേരളത്തിൽ ഭയങ്കര പോസിറ്റീവ് ആണ്, കുറവാണ്. തേർഡ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഹെൽത്ത് കെയർ. ഇപ്പൊ നമ്മൾ കോവിഡ് സമയത്ത് കണ്ട ഏറ്റവും വലിയൊരു പോയിന്റർ അനാലിസിസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അക്രോസ് മോസ്റ്റ് ഓഫ് ദി സിറ്റീസ് ആൻഡ് ഗ്ലോബ് കേരളത്തിലത്തെ ഹെൽത്ത് കെയർ സിസ്റ്റംസ് ഭയങ്കര പോസിറ്റീവ് ആൻഡ് സ്ട്രോങ് ആണ്. അപ്പൊ അതൊരു അട്രാക്റ്റീവ് ഫീച്ചർ ആയിട്ടാണ് ഇപ്പൊ മൾട്ടിനാഷണൽസും പുറമേ ഉള്ള
ഇന്റർനാഷണൽ കമ്പനികളായാലും ശരി, ബ്രാൻഡ് ആയാലും ശരി, അവർ കാണുന്നത്. ബിക്കോസ് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഈസ് വെരി സ്ട്രോങ് ഇൻ കേരള ആസ് കമ്പയർഡ് ടു എനി അതർ large countries. If we let's compare with UK, let's compare with US, അവിടുത്തെ ഹെൽത്ത് കെയർ സിസ്റ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ടേക്സ് ലോങ് പീരിയഡ് ഇൻ ടൈം ഈവൻ ടു ഗെറ്റ് ആൻ അപ്പോയിന്റ്മെന്റ്. അത് നോക്കുകയാണെങ്കിൽ അതൊരു പോസിറ്റീവ് സൈഡാണ്. അപ്പോൾ കേരളത്തില് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഇസ് വെരി ഗുഡ്. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ടേംസ് ഓഫ് ദി IT പാർക്സ് ഇസ് വെരി പോസിറ്റീവ് ആൻഡ് ഗുഡ്. പ്രൈവറ്റ് പാർട്ണർഷിപ്പ് ഉള്ള കാരണം നമുക്ക് നല്ല വേൾഡ് ക്ലാസ് ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് കേരളത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അതും ഇപ്പോൾ കൊച്ചി മാത്രമല്ല, ഇപ്പൊ ലൈക്ക് ഇഫ് യു തിങ്ക് അബൌട്ട് കാലിക്കറ്റ്, മലബാർ, റൈറ്റ്, ഇവിടെയും ഇപ്പോൾ കുറെ പബ്ലിക് പാർട്ണർഷിപ്സിൽ വി ആർ ഏബിൾ ടു ബ്രിങ് ഇൻ ഇൻവെസ്റ്റേഴ്സ് ഫോർ ദി IT ഡെവലപ്മെന്റ് പാർക്സ് ആൻഡ് സ്റ്റഫ് ആൻഡ് സോ ഓൺ. സോ ഈ പോസിറ്റീവ്സ് ഉള്ള കാരണം, റൈറ്റ്, ദർ ഈസ് എ ലോട്ട് ഓഫ് ചാൻസസ് ഫോർ us to attract multinationals as well as big companies into Kerala. That is what I think. മൈക്രോസോഫ്റ്റ് ഉള്ള കമ്പനികൾ ഇതുവരെ കേരളത്തിലേക്ക് എത്തിയിട്ടില്ല. മൈക്രോസോഫ്റ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ പ്രൊഡക്റ്റ് കമ്പനികൾ കേരളത്തിൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വി വിൽ ഹാവ് ടു അക്സെപ്റ്റ് ദാറ്റ് നമുക്ക് വി ഡോണ്ട് ഹാവ് ഇൻഡസ്ട്രീസ് ഇൻ കേരള, റൈറ്റ്. സോ ആൻസിലറീസ് ഇല്ലാത്ത കാരണമാണ് ആ വലിയ ബ്രാൻഡ്സ് ഒന്നും ഇങ്ങോട്ട് വരാത്തത്. അതിന്റെ ഇക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ ആൻസിലറി ഇൻഡസ്ട്രീസ് വേണം, അതിനായിട്ടുള്ള പ്രവർത്തിക്കുന്ന വേറെ കുറെ സബ്സിഡറീസ് ആയിട്ട് ഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്കോസിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് കമ്പനിക്ക് ഒരു സിറ്റിയിലോട്ട് പോകാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് വൺ ഓഫ് ദി ഡ്രോബാക്സ് ഓഫ് കേരള. ശരി, വ്യക്തമാണ്. ശ്രീ അഭിലാഷ് വലിയവളപ്പിൽ, ഇടത്തരം സംരംഭങ്ങളിൽ നിന്ന് വൻകിട സംരംഭങ്ങളിലേക്ക് വികസിക്കുമ്പോൾ കേരളത്തിലെ IT കമ്പനികൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഇപ്പോൾ മെയിനായിട്ടുള്ള ഒരു ഇഷ്യൂ ഇവിടെ ഇൻഫോ പാർക്ക് സ്മാർട്ട് സിറ്റി ഏരിയയിൽ കാണുന്നത് റോഡ്സിൻ്റെയും നെറ്റ്വർക്ക്. Road network is a major issue wherein people are wasting a hell of a time in the road itself, and they are not able to find it to reach their offices on time. അത് ഇവിടെ ഫേസ് ചെയ്യുന്ന ഒരു വിഷയമാണ്. If you are asking me what are the drawbacks of Kochi, that is one of the drawback is the road network. I'm saying that water metro is there, land metro is getting connected. അതൊക്കെ പോസിറ്റീവായിട്ട് കഴിയുമ്പോൾ തന്നെ existing road network needs to be urgently improved. Second thing is, as one of my colleagues has said just now, the nightlife need to be improved because അതൊരു സ്ട്രെസ് ബസ്റ്റർ ആണ്. പക്ഷേ ഇവിടെ അതൊരു വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് മാറ്ററും കൂടിയാണ്. പലപ്പോഴും അതിനെക്കുറിച്ച് ഒരുപാട് IT മേഖലയിൽ നിന്ന് ഒരുപാട് അപേക്ഷകൾ വന്നിട്ടുള്ളതാണ് ഇതിങ്ങനെ തുടങ്ങുന്നത്. വി ഡോണ്ട് ഹാവ് റെസ്റ്റോ ബാർസ്. ഒരു ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ ഇരുന്നിട്ട് എന്തെങ്കിലും ഇപ്പോൾ ഡ്രിങ്ക്സ് എന്തെങ്കിലും കഴിച്ച് ഫുഡ് കഴിക്കുക, അങ്ങനത്തെ അതൊക്കെ ഒരു IT മേഖലയുടെ ഒരു വേൾഡ് വൈഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എ പാർട്ട് ഓഫ് ദർ കൾച്ചർ ബിക്കോസ് ദേ ആർ വർക്കിംഗ് ലൈക്ക് 24/7 ത്രൂ ഔട്ട് ദ നൈറ്റ് ആൻഡ് ഓൾ. ഇറ്റ്സ് എ സ്ട്രെസ്ഫുൾ ലൈഫ്. അപ്പോൾ ഒരു സ്ട്രെസ് ബസ്റ്റർ എന്നുള്ള പോലെ ഇത്തരം റെസ്റ്റോ ബാർസും അതുപോലെ തന്നെ നൈറ്റ് ലൈഫും ഒക്കെ ഈ പാർട്ട് ഓഫ് ദ ഇക്കോസിസ്റ്റം, IT ഇക്കോസിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമാണ്. അതിനോട് നമ്മൾ മുഖം തിരിച്ചിട്ടിരുന്നൊരു കാര്യമല്ല. സോ ആ ലെവലിലേക്കുള്ള ഒരു നീക്കങ്ങൾ വേണം എന്നുള്ള ഒരു അഭിപ്രായം കൂടി എനിക്കുണ്ട്. ഇത് ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളാണ്. റെസ്റ്റ് ഓഫ് ദ തിങ്സ് ആർ ഓക്കെ. ശരി, വ്യക്തമാണ്. ഞാൻ ഇടപെടുകയാണ്. ബാംഗ്ലൂരു, ഹൈദരാബാദ്, ചെന്നൈ പോലുള്ള നഗരങ്ങളിൽ നിന്ന് ITയിൽ കേരളം തീവ്രമായ മത്സരം നേരിടുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എങ്കിലും കേരളത്തിൻ്റെ IT മേഖലയുടെ ഭാവി പ്രതീക്ഷ നൽകുന്നതാണ്. 1.5 ലക്ഷത്തിലധികം പേരാണ് കൊച്ചിയിലും തിരുവനന്തപുരത്തുമുള്ള IT പാർക്കുകളിൽ ജോലി ചെയ്യുന്നത്. തൃശ്ശൂർ, കൊല്ലം, കണ്ണൂർ എന്നിവ പുതിയ IT കേന്ദ്രങ്ങളായി ഉയർന്നു വരുന്നു. ബിസിനസ് ഡയലോഗ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച കാണാം. നമസ്കാരം.